നിങ്ങൾക്ക് നമസ്കാരം. സുനിൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എങ്ങനെയാണ് നിങ്ങൾ വളയുന്നത്, എങ്ങനെയാണ് വളരാൻ കഴിയുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ വീഡിയോ അവസാനം വരെ ഒന്ന് കാണുക. ഫിജിക്കാർട്ട് എന്ന ഡാർക്ക് സെല്ലിംഗ് കമ്പനിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഫിജിക്കാർട്ട് നമുക്ക് 7 തരത്തിലുള്ള വരുമാനമാണ് നൽകുന്നത്. ആദ്യത്തെ വരുമാനമാണ് റീറ്റെയിൽ പ്രോഫിറ്റ്. ഫിജിക് ബക്സ് എന്ന പേരിലാണ് കമ്പനി ആ വരുമാനം നൽകുന്നത്. അതിന്റെ ഇരട്ടിയായിട്ട് ഫിജിബക്സ് 5 രൂപയാണെങ്കിൽ 10 രൂപയായിട്ട് ക്രെഡിറ്റ് ചെയ്ത വരുമാനമാണ് റീറ്റെയിൽ പ്രോഫിറ്റ്. അടുത്ത വരുമാനമാണ് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ നമ്മുടെ ഈ കമ്പനിയുടെ ബിസിനസ് എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനമാണ് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള കോടീശ്വരന്മാരായ യൂസഫ് അലിയും മുകേഷ് അംബാനിയും ഒക്കെ ബിസിനസ് എക്സ്പാൻഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. അവർ ഒരുപാട് സ്ഥലങ്ങളിൽ അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ നടക്കുന്ന കച്ചവടത്തിന്റെ പ്രോഫിറ്റ് അവരുടെ അക്കൗണ്ടിൽ എത്തുന്നത് പോലെ നമുക്കും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്യുന്നതിലൂടെ അവർ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ അവരെ നമ്മുടെ പാർട്ണറാക്കിക്കൊണ്ട് നമുക്കും വളരാവുന്നതാണ്. സെയിൽസ് വോളിയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കമ്പനി ഇവിടെ വരുമാനം നൽകുന്നത്. ഒരു സെയിൽസ് വോളിയത്തിന് 20 രൂപയാണ് കമ്പനി കൊടുക്കുക. അങ്ങനെ ഒരു ദിവസം 20 രൂപ മുതൽ 30,000 രൂപ വരെ, അതായത് ഒരു സെയിൽസ് വോളിയത്തിന് 20 രൂപ വെച്ച് 1500 സെയിൽസ് വോളിയം മാച്ച് വരുമ്പോൾ 30,000 രൂപ വരെ നമുക്ക് വരുമാനം നേടാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്. ഒരു ദിവസം 20 രൂപ മുതൽ 30,000 രൂപ വരെ വരുമാനം നേടാൻ കഴിയുന്ന ഒരു ഇൻകം പ്ലാൻ ആണ് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്. നിങ്ങൾ ചിലപ്പോൾ ഒരു കൂലിപ്പണിക്ക് പോകുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ വരുമാനത്തിൽ നിങ്ങൾക്ക് വർധനവ് കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെയാണ് വർധനവ് കൊണ്ടുവരിക? നിങ്ങൾ ഒരു കൂലിപ്പണിക്ക് പോകുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1000 രൂപയായിരിക്കും ചിലപ്പോൾ കിട്ടുക, അല്ലെങ്കിൽ ചിലപ്പോൾ 1500 ആയിരിക്കാം. ആ വരുമാനം ഒരു 5000മോ 10000മോ ആക്കി വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് അവസരം തിരഞ്ഞെടുക്കാം. അതുപോലെ നിങ്ങൾക്കൊരു ജോലിക്കാരനാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ 15,000 രൂപയ്ക്കായിരിക്കും, ചിലപ്പോൾ 25,000 രൂപയ്ക്കായിരിക്കും, ചിലപ്പോൾ 1,00,000 രൂപയ്ക്കായിരിക്കും. ആ വരുമാനം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ വരുമാനത്തിൽ നിങ്ങൾക്ക് വളർച്ച കൊണ്ടുവരാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ ഒരു നിശ്ചിത ശമ്പളത്തിന് പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്ന് ജോലിക്ക് പോകാൻ കഴിയാതാവുന്നു, അന്ന് ആ വരുമാനം നിലയ്ക്കുന്നു. എന്നാൽ ഇവിടെ നിങ്ങൾക്കൊരു വളർച്ച ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് പണിയെടുക്കാൻ കഴിയാവുന്ന അവസരത്തിൽ നിങ്ങൾക്ക് ഒരു വരുമാനം കൊണ്ടുവരാൻ കഴിയുന്ന സിസ്റ്റമാണ് ഫിജിക്കാർട്ട്. ഇനി നിങ്ങളൊരു സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യമായ വർധനവ് നിങ്ങളുടെ വരുമാനത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മാസം 9 ലക്ഷം രൂപ വരെ വരുമാനത്തിൽ വർധനവ് കൊണ്ടുവരാൻ കഴിയുന്ന അവസരമാണ് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്. അപ്പോൾ അത് നിങ്ങളിവിടെ വർദ്ധിപ്പിക്കാൻ കഴിയുന്നുണ്ട് നിങ്ങളുടെ വരുമാനം. അതായത് നിങ്ങളൊരു കൂലിപ്പണിക്ക് പോകുമ്പോൾ, നിങ്ങൾക്കൊരു ജോലിക്ക് പോകുമ്പോൾ, സ്വയം തൊഴിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കുടെ വരുമാനത്തിൽ വർധനവ് കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ വളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു വലിയ മരത്തിന്റെ കീഴിൽ ഒരു ചെറിയ മരം വെച്ചുപിടിപ്പിച്ചാൽ അതിന് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് അത് വളഞ്ഞു പോകുന്നത് കാണാം. അതുപോലെ നിങ്ങളുടെ വരുമാനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വർധനവ് കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ വളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു വർധനവ് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്കിവിടെ വളരാൻ കഴിയുന്നു, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ കഴിയുന്നു. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതെന്തൊക്കെയാണ്? ആദ്യം 100 പോയിന്റ് ഉൽപ്പന്നങ്ങൾ ഈ കമ്പനിയിൽ നിന്ന് വാങ്ങുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അത് കമ്പനിയുടെ ക്രൈറ്റീരിയയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന 7 തരത്തിലുള്ള വരുമാനങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതിനുള്ള ക്രൈറ്റീരിയയാണ് നിങ്ങൾ 100 പോയിന്റ് ഉൽപ്പന്നങ്ങൾ വാങ്ങുക എന്നുള്ളത്. അതാദ്യം ചെയ്യാൻ തയ്യാറാകുക. അതിനുശേഷം നമ്മൾ ഈ ബിസിനസ് എന്താണെന്ന് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യമാണ് ഫിജിക്കാർട്ട് എന്നതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയാണ്. ജനങ്ങളിലൂടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വന്നിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ നമ്മളിവിടെ പഠിക്കേണ്ടുന്ന കാര്യം പീപ്പിൾ മാനേജ്മെന്റ്, അഥവാ മാൻ മാനേജ്മെന്റ് ആണ്. അതായത് ആളുകളോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് പ്രോസ്പെക്റ്റിംഗ് ആണ്. ആരോടൊക്കെ ബിസിനസ് അവസരം പറയണം, ആർക്കൊക്കെ ഷെയർ ചെയ്യണം എന്നുള്ള കാര്യമാണ് അതിലൂടെ ക്ലിയർ ആവുന്നത്. പ്രോസ്പെക്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രോസ്പെക്റ്റിംഗ് ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എവിടെ നിന്നാണ് പ്രോസ്പെക്റ്റിംഗ് ലിസ്റ്റ് ഉണ്ടാക്കുക? അത് നമ്മുടെ ഫോണിലുള്ള കോണ്ടാക്ട്സ് ആണ് പ്രോസ്പെക്റ്റിംഗ് ലിസ്റ്റ് ആയിട്ട് മാറ്റേണ്ടത്. അപ്പോൾ ആ പ്രോസ്പെക്റ്റിംഗ് ലിസ്റ്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് ഇൻവിറ്റേഷൻ ആണ്. അത് അവരെ വിളിക്കുക, അതിനുശേഷം അവരോട് സമയം ചോദിക്കുക ഈ ബിസിനസ്സിനെ കുറിച്ച് പറയാൻ. അതിനുശേഷം അവർ സമയം തരുന്നതിനനുസരിച്ച് അവരോട് പോയി ഈ പ്ലാൻ ഒന്ന് പ്രസന്റ് ചെയ്യുക. അതിനെ പ്ലാൻ പ്രസന്റേഷൻ എന്നാണ് പറയുന്നത്. അതിനുശേഷം അപ്പോൾ ചിലപ്പോൾ പ്ലാൻ പ്രസന്റ് ചെയ്യുമ്പോൾ അവർ പറയും നമ്മളൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ ഫണ്ട് റെഡിയാക്കാൻ നമുക്ക് കുറച്ച് സമയം വേണമെന്ന് പറയും. അതിനുശേഷം നമ്മൾ പോയി കാണുന്നതിനെയാണ് ഫോളോ അപ്പ് എന്ന് പറയുന്നതിന്.
അപ്പോൾ ഫോളോ അപ്പിന് ശേഷം ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരെ കൊണ്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം ആഫ്റ്റർ ഫോളോ അപ്പ് ആണ്. അതായത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് ബിസിനസ് എന്ന് പഠിക്കുക, പ്രോസ്പെക്റ്റിംഗ് പഠിക്കുക, പ്രോസ്പെക്റ്റിംഗ് ലിസ്റ്റ് ഉണ്ടാക്കുക, ഇൻവിറ്റേഷൻ ചെയ്യുക, പ്ലാൻ പ്രസന്റേഷൻ ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക എന്നീ കാര്യങ്ങളുടെ ആവർത്തനമാണ് ആഫ്റ്റർ ഫോളോ അപ്പിൽ വരുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ വളരെ സിമ്പിളായിട്ട് ചെയ്യാനുള്ളത്. ഇത് ചെയ്താൽ ഏതൊരു സാധാരണക്കാരനും വളരാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ റെഡിയുള്ളവർ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ ഒന്ന് വിളിക്കുക. കാരണം നിങ്ങൾക്ക് നേരിട്ട് പോയി കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്യാൻ കഴിയുന്നതുള്ള ഒരു സ്പോൺസർ ഐ ഡി നിങ്ങൾക്ക് നിർബന്ധമാണ്. അപ്പോൾ അതിനാണ് നിങ്ങളോട് ഈ നമ്പറിൽ വിളിക്കാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ ബിസിനസ് ചെയ്യാൻ തയ്യാറുള്ളവർക്ക് ബാക്കി ഒരു 5 വരുമാനം കൂടി കമ്പനി നൽകുന്നുണ്ട്. അതൊക്കെയാണെന്ന് നോക്കാം. ജനറേഷൻ ബോണസ് നമ്മൾ ഡയറക്റ്റ് സ്പോൺസർ ചെയ്ത് കൊണ്ടുവരുന്നത് നമ്മുടെ പാർട്ട്നേഴ്സാണ്, നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ. അവർ കൊണ്ടുവരുന്നത് നമ്മുടെ സെക്കൻഡ് ജനറേഷനാണ്. 9 ജനറേഷൻ വരെ നടക്കുന്ന റീപർച്ചേസ് ഇൻകം, അതായത് അവർ 100 സെയിൽസ് വോളിയത്തിന് ശേഷം എന്ത് പർച്ചേസ് ചെയ്യുന്നതോ അതെല്ലാം റീപർച്ചേസ് ആയി കണക്കാക്കുകയും അതിന്റെ ബിസിനസ് വോളിയത്തിന്റെ 20% മുതൽ 50% വരെ മാസാടിസ്ഥാനത്തിൽ ക്രെഡിറ്റ് ചെയ്ത് നൽകുന്നതാണ് ജനറേഷൻ ബോണസ്. ഈ വരുമാനത്തിന് ഒരു സീലിംഗ് ലിമിറ്റ് വച്ചിട്ടില്ല. അടുത്ത വരുമാനമാണ് മന്ത്ലി പെർഫോമൻസ് ബോണസ്. ഈ കമ്പനിയിൽ നിന്നുള്ള ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് 40,000 രൂപ വാങ്ങുന്നവർ കമ്പനിയുടെ സെയിൽസ് മാനേജറായി മാറുന്നു. അങ്ങനെ സെയിൽസ് മാനേജർ റാങ്കിൽ എത്തുന്നവർക്ക് കൊടുക്കുന്ന ഒരു വരുമാനമാണ് മന്ത്ലി പെർഫോമൻസ് ബോണസ്. അവിടെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. കാരണം എല്ലാവരും സെയിൽസ് മാനേജർ റാങ്കിലെത്തി വെറുതെ ഇരുന്നാൽ അവർക്ക് കമ്പനിക്ക് വെറുതെ വരുമാനം കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതിനൊരു ചെറിയ ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. ബിസിനസ് എക്സ്പാൻഷൻ ബോണസിലൂടെ ഒരു 6,000 രൂപ വരുമാനം വാങ്ങുന്നവർക്കാണ് കമ്പനി ഒരു 10,000-നും 20,000-ത്തിലുള്ള ഇടയിലുള്ള ഈ വരുമാനം കൊടുക്കുക. അപ്പോൾ ഓരോ റാങ്കിലും അതിന്റെ ക്രൈറ്റീരിയക്ക് വ്യത്യാസമുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്ത വരുമാനമാണ് ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്. ഈ കമ്പനിയുടെ 3ാമത്തെ റാങ്കായ സെയിൽസ് മാനേജർ റാങ്ക് മുതൽ കമ്പനി ഒരു 2 ലക്ഷം രൂപയുടെ ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്ത വരുമാനമാണ് ആനുവൽ പ്രോഫിറ്റ്. അതായത് ഈ കമ്പനിയുടെ ഒരു വർഷത്തിൽ നടക്കുന്ന കച്ചവടത്തിന്റെ മൊത്തം ലാഭവിഹിതത്തിന്റെ 0.5%, 1%, 1.5% കമ്പനിയുടെ അവസാന 3 റാങ്കുകാർക്ക്, അതായത് സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ, നാഷണൽ സെയിൽസ് മാനേജർ, നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്നീ റാങ്കുകാർക്ക് പ്രൊവൈഡ് നൽകുന്നതാണ് കമ്പനിയുടെ ആനുവൽ പ്രോഫിറ്റ്. അടുത്ത വരുമാനമാണ് അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. അവാർഡ്സ് ആയിട്ട് ഈ കമ്പനിയുടെ 6ാമത്തെ റാങ്കിൽ എത്തുന്നവർക്ക്, ഡിവിഷണൽ സെയിൽസ് മാനേജർ എന്ന റാങ്കിൽ എത്തുന്നവർക്ക് കൊടുക്കുന്ന വരുമാനമാണ് 50,000 രൂപയുടെ റൈഡർ ഫണ്ട്. അടുത്ത വരുമാനം കമ്പനിയുടെ സോണൽ സെയിൽസ് ടീം മാനേജർ എന്ന റാങ്കിൽ എത്തുന്നവർക്ക് 5 ലക്ഷം രൂപയുടെ ഒരു കാർ ഫണ്ടാണ് കമ്പനി കൊടുക്കുന്നത്. അടുത്ത പാർട്ടായിട്ട് കൊടുക്കുന്നത് കമ്പനിയുടെ 11ാം റാങ്കിലാണ് സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എന്ന റാങ്കിൽ എത്തുന്നവർക്ക് 10 ലക്ഷം രൂപയുടെ ഒരു വിദേശ ടൂർ പാക്കേജാണ് കമ്പനി കൊടുക്കുന്നത്. ഇത് 2 പേർക്കുള്ള വൗച്ചറായിട്ടാണ് കമ്പനി നൽകുന്നത്. ഇത് ക്യാഷ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്ത് നൽകുന്നില്ല. ടൂർ പോയി തന്നെ എൻജോയ് ചെയ്യേണ്ടതാണ്. അടുത്ത വരുമാനമാണ് കമ്പനിയുടെ 12ാം റാങ്കിൽ, അതായത് നാഷണൽ സെയിൽസ് മാനേജർ എന്ന റാങ്കിൽ എത്തുമ്പോൾ 50 ലക്ഷം രൂപയുടെ ഒരു പ്രീമിയം കാർ ഫണ്ടാണ് കമ്പനി നൽകുന്നത്. കമ്പനിയുടെ അവസാനത്തെ അവാർഡാണ്. കമ്പനിയുടെ അവസാനത്തെ റാങ്കായ 13ാം റാങ്കിൽ എത്തുന്നവർക്ക് 1 കോടി രൂപയുടെ വില്ല ഫണ്ടാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയുമാണ് കമ്പനിയുടെ 7 തരത്തിലുള്ള വരുമാനങ്ങൾ. അപ്പോൾ ഈ വരുമാനങ്ങളൊക്കെ നേടാൻ താല്പര്യമുള്ളവർ ഇവിടെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിക്കുക. ആദ്യം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അതിനുശേഷം പഠിക്കുക, പ്രോസ്പെക്റ്റിംഗ് ചെയ്യുക, പ്രോസ്പെക്റ്റിംഗ് ലിസ്റ്റ് ഉണ്ടാക്കുക, ഇൻവിറ്റേഷൻ ചെയ്യുക, പ്ലാൻ പ്രസന്റേഷൻ ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ ചെയ്യാനുള്ളൂ. അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്പറിൽ വിളിക്കുക. കാരണം നിങ്ങൾക്ക് നേരിട്ട് ഈ കമ്പനിയിൽ ID അടിക്കാൻ സാധിക്കില്ല. ഒരു സ്പോൺസർ IDയുടെ കീഴിൽ മാത്രമാണ് പ്രവർത്തിക്കാൻ സാധിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.